ചാലക്കുടി നഗരത്തിൽ വർദ്ധിച്ചുവരുന്ന തെരുവ് നായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ 20ഓളം പേർക്കാണ് കടിയേറ്റത്. നടപടി സ്വീകരിക്കാൻ ഇനിയും വൈകിയാൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. നഗരത്തിൽ തെരുവ് നായകൾ ജനങ്ങളെ ഓടിച്ചിട്ട് ആക്രമിക്കുമ്പോഴും നഗരസഭാ ചെയർപേഴ്സൺ പരിഹാരം കണ്ടെത്താനോ നടപടി സ്വീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ 20ഓളം പേർക്കാണ് കടിയേറ്റത്. നായപിടുത്തക്കാരെ കൊണ്ടുവന്ന് ഒരു പ്രഹസനം നടത്തിയതല്ലാതെ നായശല്യത്തിന് അറുതി വരുത്താൻ തയ്യാറാകുന്നില്ല. നായശല്യം പരിഹരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനായി അടിയന്തര കൗൺസിൽ വിളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സന് കത്ത് നൽകിയെങ്കിലും കൗൺസിൽ വിളിക്കാൻ പോലും ചെയർപേഴ്സൺ തയ്യാറാകുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ബഹുമാനപ്പെട്ട ചാലക്കുടി നഗരസഭ അധ്യക്ഷയുടെ അടുത്തും അതുപോലെ തന്നെ നഗരസഭാ സെക്രട്ടറി അടുത്തും ഞങ്ങൾ അടിയന്തര കൗൺസിൽ യോഗം ചേരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഉത്തരവാദിത്തപ്പെട്ട ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു കൗൺസിൽ കൊണ്ടു നടക്കുന്ന നഗരസഭ അധ്യക്ഷ ആണെങ്കിൽ അതിന് ഇത്രയും വലിയ വിഷയം കൂടി ഉണ്ടായിട്ട് അടിയന്തരമായി കൗൺസിൽ വിളിക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ കളിയാക്കുന്ന തരത്തിലാണ് അവരെടുത്ത സമീപനം എന്ന് പറയുന്നത്. ഇന്ന് നോക്കൂ, 4 പേരെയാണ് ചാലക്കുടി പട്ടണത്തിൽ തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. അതിൽ 15 വയസ്സിൽ താഴെയുള്ള ഒരു ചെറിയ കുട്ടിയടക്കം, സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയടക്കം ആക്രമിച്ചിരിക്കുക. എന്ത് നടപടി ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭ എടുത്തു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. നിങ്ങൾ നോക്കൂ, ഈ സമീപ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലക്കകത്ത് ഈ സംസ്ഥാനത്താകെ തന്നെ നിങ്ങൾ നോക്കിക്കോ, എവിടെയെങ്കിലും സമാന രീതിയിൽ ദിവസങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി കഴിയുമ്പോൾ എല്ലാ ദിവസവും തെരുവ് നായ്ക്കൾ ഓടിച്ചിട്ട് മനുഷ്യരെ കടിക്കുന്ന ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പേര് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? നടപടി സ്വീകരിക്കാൻ ഇനിയും വൈകിയാൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി. പ്രതിപക്ഷ കക്ഷി ലീഡർ ജിൽ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഉഷ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. VJ ജോജി, വിൽസൺ പാണാട്ടുപറമ്പിൽ, അൽഫോൺസ് ചാക്കോ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.